നമസ്കാരം. തൃശൂർ പടിയൂരിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയ പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. 4 ദിവസം മുൻപാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ പ്രതി സംസ്ഥാനം വിട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതി പ്രേംകുമാറിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ നിർണായക തെളിവായി മാറിയത് മൃതദേഹങ്ങൾക്കടുത്ത് നിന്ന് ലഭിച്ച ഭീഷണി കത്താണ്. ഇനി ഒരാളുമായും ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയ കത്തിലെ കൈയക്ഷരമാണ് പ്രതി പ്രേംകുമാറിലേക്ക് പോലീസിനെ എത്തിച്ചത്. രേഖയും മണിയെയും പ്രതി കൊലപ്പെടുത്തിയത് 2 സമയങ്ങളിലാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് പ്രേംകുമാർ. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി നാട് വിട്ടിരിക്കാമെന്നാണ് നിഗമനം. കാരണം വെള്ളാനി സ്വദേശികളായ മണിയുടെയും മകൾ രേഖയുടെയും കൊലപാതക വിവരം പുറത്തിറങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. ജീർണിച്ചു തുടങ്ങിയിരുന്ന മൃതദേഹങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും രേഖയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയ കുറിപ്പും ഫോറൻസിക് തെളിവുകളുമാണ് നിർണായകമായത്. രേഖ പ്രതി പ്രേംകുമാറിനും മുൻ ഭർത്താവിനുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയും സുഹൃത്തായ മറ്റൊരാൾക്കൊപ്പമുള്ള ഫോട്ടോയും ഒരു A4 ഷീറ്റിൽ കളർ പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു. ഈ കടലാസിലാണ് ഇനി ഒരാളുമായി ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയിരുന്നത്. കൈയക്ഷര അടക്കമുള്ള ഈ തെളിവുകളാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് മണിയുടെയും രേഖയുടെയും മൃതദേഹങ്ങൾ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയതെങ്കിലും ഞായറാഴ്ച കൊലപാതകം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കഴുത്തിങ്ങിഴിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 2 പേരെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് 2 സമയങ്ങളിലാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. 2019 ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി മാസങ്ങൾക്ക് മുൻപാണ് രേഖയുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. 5 മാസത്തിലേറെയായി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇതിനിടയിലുണ്ടായ കുടുംബ പ്രശ്നങ്ങളും ഭാര്യയിലുള്ള സംശയമാണ് പ്രേംകുമാറിനെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തൃശൂർ റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ കാട്ടൂർ പോലീസ് നടത്തുന്ന അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തി. പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 5 മാസമായി ഇരുവരും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖയുടെ പരാതി നിലവിലുണ്ട്. കൊടും ക്രിമിനലാണ് ഇയാൾ. കാമുകിയുമായി ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ആദ്യ ഭാര്യയും പ്രേംകുമാർ കൊന്നിരുന്നു. ആദ്യ ഭാര്യ വിദ്യയുടെ 2ാം വിവാഹമായിരുന്നു പ്രേംകുമാറുമായി. ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രേംകുമാർ തന്റെ പൂർവ്വ ക്രിമിനൽ ചരിത്രം മറച്ചുവെച്ച് രേഖയെ പ്രണയിച്ചു. അതിനുശേഷം രേഖയെ വിവാഹം ചെയ്യുകയും ചെയ്തു. മാന്യനായി നടിച്ചായിരുന്നു ഈ വിവാഹം. താൻ വിവാഹിതനാണെന്നും ഭാര്യ മരിച്ചെന്നും എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് രേഖയെ വളച്ചെടുത്തത്. രേഖയ്ക്കും തുടക്കത്തിൽ സംശയമൊന്നും തോന്നിയിരുന്നില്ല. കാക്കനാട്ടെ ബാറിൽ മാനേജറായി ജോലി നോക്കുന്ന സമയത്താണ് രേഖയുമായി പരിചയത്തിലാകുന്നത്. ഈ അടുപ്പമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത്. പല സ്കൂളുകളിലും അധ്യാപികയായി രേഖ മുൻപ് ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപികയായിരുന്ന രേഖയ്ക്ക് പ്രതി തന്നെ തന്റെ ഹോട്ടലിൽ സൂപ്പർവൈസർ ജോലി തരപ്പെടുത്തി. എന്നാൽ ഇതിൽ രേഖയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അധ്യാപികയായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് രേഖ ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. പ്രേംകുമാർ സൈക്കോയാണെന്നും സംശയരോഗിയാണെന്നും രേഖ പറഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. രേഖയുടെ ഫോണും പ്രതി കൈക്കലാക്കിയിരുന്നു. പ്രേംകുമാറിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും രേഖയ്ക്ക് ഉറപ്പായിരുന്നു. രേഖ മറ്റൊരു ജോലിക്ക് ശ്രമിച്ചിരുന്നു. ആദ്യ ഭാര്യയിൽ പ്രതിക്ക് 2 മക്കളായിരുന്നു. മൂത്ത മകൾക്ക് 21 വയസ്സും ഇളയ മകന് 10 വയസ്സുമായിരുന്നു. മകൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് 1 മാസത്തോളം രേഖയുടെ കുടുംബ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുട്ടികളും അമ്മയുടെ മരണത്തിന് അച്ഛൻ പ്രതിയാണെന്ന കാര്യം രേഖയോട് പറഞ്ഞിരുന്നില്ല. ഈ വിവരം അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രേഖയുടെ ജീവൻ രക്ഷിക്കാമെന്നായിരുന്നു ബന്ധുക്കൾ പറയുന്നത്. സ്വന്തം കുട്ടികളെ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു രേഖയിൽ പ്രേംകുമാർ വിശ്വാസത്തെ നേടിയത്. പിന്നീട് സംശയ രോഗിയായ ഭർത്താവിനെ രേഖ കണ്ടു. പോലീസിൽ അഭയം തേടിയിട്ടും നീതി ലഭിച്ചില്ല. പോലീസിൽ പരാതി നൽകിയത് പ്രേംകുമാറിനെ കൊലപാതകയാക്കിയെന്നാണ് സൂചന. മണിയുടെ മൂത്ത മകളും ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയുമായ സിന്ധുവിന് 2 ദിവസമായി അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്കൂളിൽ നിന്ന് 2 മണിയോടെ മടങ്ങിയ സിന്ധു പടിയൂരിലെ വീട്ടിലെത്തി. പിറകിൽ നിന്നും വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്.